നമസ്കാരം, എല്ലാവർക്കും ജിംനി എക്സ്പ്ലോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ തിരിയുന്നത് നാഷണൽ ഹൈവേയിൽ അങ്കമാലിക്കും ചാലക്കുടിക്കും ഇടയ്ക്ക് കരിയാട് പറമ്പ് എന്ന സ്ഥലത്തു നിന്നാണ് തിരിയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇടതുഭാഗത്തായിട്ട് ഫെഡറൽ ബാങ്കിന്റെ വലിയ ബിൽഡിംഗ് കാണാം. ഇവിടെ നിന്നാണ് നമ്മൾ തിരിയുന്നത്. നമ്മൾ പോകുന്നത് അതിരപ്പള്ളിക്കാണ്. എറണാകുളം ഭാഗത്ത് നിന്ന് അതിരപ്പള്ളിക്ക് വരുന്നവർക്കുള്ള ഷോർട്ടസ്റ്റ് റൂട്ടാണിത്. ഈ റോഡ് പോകുന്നത് ഇവിടെ നിന്ന് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൽ കൂടി സിൽവർ സ്റ്റോമിലേക്ക് വന്നിട്ടാണ് നമ്മളുടെ ചാലക്കുടിയിൽ കോട്ടയിൽ നിന്നും അതിരപ്പള്ളി പോകുന്ന റോഡിൽ ചെന്ന് മുട്ടുന്നത്. ഈ റോഡ് പോകുന്നത് ഈ ചാലക്കുടി പുഴയുടെ പാരലായിട്ട് പോകുന്ന റോഡാണിത്. കോട്ടയിൽ നിന്ന് അതിരപ്പള്ളിക്ക് പോകുന്നത് ചാലക്കുടി പുഴയുടെ ഒരു ഭാഗത്ത് കൂടിയും ഈ റോഡ് പോകുന്നത് മറു സൈഡ് കൂടിയും. ഇത് എറണാകുളം ജില്ലയിൽ കൂടിയാണ് മറ്റു റോഡ് പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന്. നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു വഴിയാണ്. അധികം പേർക്ക് അറിയാത്തൊരു റൂട്ടായതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അല്പം കൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് പ്ലാന്റേഷൻ ഫോറസ്റ്റ് വഴിയാണ് പോകുന്നത്. കാലടി പ്ലാന്റേഷൻ ഫോറസ്റ്റിന്റെ ഒരു വഴി ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിരുന്നു. അതിരപ്പള്ളിയിൽ നിന്നും സിൽവർ സ്റ്റോം വഴി മലയാറ്റൂർക്ക് പോകുന്നൊരു റോഡ്. ആ പാലത്തിന്റെ ഒരു ഭാഗത്താണ് ഇത് വന്ന് ചേരുന്നത്. നമുക്ക് പോകുന്ന വഴിക്ക് അവിടെ ആ ജംഗ്ഷൻ കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ ഈ ചാനലിനകത്തുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ വേണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാവുന്നതാണ്. എണ്ണപ്പനകളുടെ ഇടയിൽ കൂടെ പോകുന്ന വളരെ മനോഹരമായ ഒരു റോഡാണിത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മളല്പം പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വലത്തോട്ടൊരു വഴി കാണും. ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വഴിയാണ് കാണിക്കുക. നേരെ കാണുന്ന റോഡ് ചാലക്കുടിയിൽ നിന്ന് ഏഴാറ്റുമുഖം പോകുന്ന റോഡിലേക്കാണ് ചെന്ന് ചേരുക. ഈ റോഡും ചെന്ന് ചേരുക അവിടെ തന്നെയാണ്. അല്പം കിലോമീറ്റർ കുറവുണ്ട്. അതുകൊണ്ട് ഞാനും ഈ വഴിക്ക് തിരിച്ചു. ഇവിടെ നിന്ന് അല്പം ദൂരം പോയി കഴിഞ്ഞാൽ നമ്മൾ ചാലക്കുടിയിൽ നിന്ന് ഏഴാറ്റുമുഖത്തേക്ക് പോകുന്ന റോഡിൽ തന്നെ വന്ന് കയറും. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയാലും അവിടെ തന്നെയാണ് ചേരുക. നമ്മളങ്ങനെ ചാലക്കുടി ഏഴാറ്റുമുഖം റോഡിലേക്ക് വന്ന് ചേർന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം ആരോ വെച്ചിരിക്കുന്നത് അതിരപ്പള്ളി ചാലക്കുടി എന്നുള്ളത്. നമ്മൾ അതിരപ്പള്ളിയിലേക്കുള്ള വഴിയിലേക്ക് തിരിയുകയാണ്. വളരെ നല്ലൊരു റോഡാണിത്. ഈ വഴി വരാത്തവർ തീർച്ചയായിട്ടും ഈ വഴിയെല്ലാം വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അല്പ ദൂരം കൂടി കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് പോസ്റ്റിലെത്തും. ചെക്ക് പോസ്റ്റിൽ നമ്മൾ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും ഡീറ്റെയിൽസും എല്ലാം അവിടെ കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. ഇതുവഴി തന്നെ നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ആ ഫോറസ്റ്റിൻ്റെ ഓഫീസിൽ അത് ആ എൻട്രി രേഖപ്പെടുത്തണം. നമ്മളങ്ങനെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തെത്തി. ഇവിടെയാണ് നമ്മൾ വാഹനത്തിൻ്റെ നമ്പറെല്ലാം പറഞ്ഞ് എത്ര പേരുണ്ടെന്ന് കൂടി അവിടെ പറയണം. അതിനുശേഷം നമുക്ക് ഉള്ളിലേക്ക് കടന്നു പോകാവുന്നതാണ്. ഇവിടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വെച്ചിരിക്കുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ രാത്രി കാലങ്ങളിലെ യാത്ര നിരോധനമുണ്ട്. കാരണം ഇവിടെ ആനകൾ ഇറങ്ങുന്ന സ്ഥലമാണ്. പകലങ്ങനെ അധികം കാണുകയില്ലെങ്കിലും ആനകളുടെ വളരെയധികം സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണിത്. അതിന്റെ പ്രധാന കാരണം തന്നെ ഇവിടെ നിറയെ എണ്ണപ്പനകളാണ്. ആരും പനമ്പട്ടയൊന്നും ഒടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അവർക്ക് തന്നെ വന്ന് സുഖമായിട്ട് പനമ്പട്ട ഒടിച്ചെടുക്കാവുന്ന അത്ര സൗകര്യമുള്ളൊരു സ്ഥലമാണിത്. തീർത്തും എണ്ണപ്പനകളാണ് രണ്ടു ഭാഗത്തും. നമ്മൾ ആ എണ്ണപ്പനകളുടെ നടുക്കാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാലക്കുടിയുടെ മറു സൈഡിൽ കൂടെയുള്ള റോഡ് ഞാൻ ഇതിനു മുൻപ് വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്. ആ റോഡ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി കാണുക. സ്വന്തമായിട്ട് വാഹനങ്ങളിൽ വരുന്നവർ റോഡെല്ലാം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നമ്മൾ അല്പം കൂടി പോയി കഴിഞ്ഞാൽ ഇവിടെ ഇടതുഭാഗത്ത് കാണുന്നത് ചാലക്കുടി പുഴയാണ്. ഇപ്പോൾ വെള്ളമെല്ലാം വളരെ കുറവാണ്. ആദ്യത്തെ ഡെസ്റ്റിനേഷൻ നമ്മൾ ചെല്ലുന്നത്
ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം വഴിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഏഴാറ്റുമുഖത്തിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഏഴാറ്റുമുഖവും അതുപോലെ തന്നെ തുമ്പൂർ വഴിയും ഈ ചാലക്കുടി പുഴയുടെ രണ്ട് ഭാഗത്തും സ്ഥിതി ചെയ്യുന്ന രണ്ട് മനോഹരമായ പാർക്കുകളാണ്. ഈ രണ്ട് പാർക്കുകളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റീൽ ബ്രിഡ്ജാണ്. ഏഴാറ്റുമുഖം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലും തുമ്പൂർമൊഴി തൃശ്ശൂർ ജില്ലയിലും. ഈ രണ്ട് വീഡിയോയും ഈ ചാനലിൽ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോകൾ കാണാത്തവരെ തീർച്ചയായിട്ടും കാണണം. പ്രത്യേകിച്ച് കുട്ടികളുമായി എല്ലാം പോകാനായിട്ട് വളരെ പറ്റിയ മനോഹരമായ സ്ഥലമാണ്. രണ്ടു ഭാഗത്തും കുട്ടികളുടെ മനോഹരമായ പാർക്കുകളുണ്ട്. തുമ്പൂർമൊഴിയിലാണ് കുട്ടികളുടെ വലിയ പാർക്കുള്ളത്. അങ്ങനെ നമ്മൾ ഏഴാറ്റുമുഖം എത്തി. ഈ റോഡിൽ നിന്ന് ഇടതോട്ട് ഇറങ്ങിയാൽ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം എന്ന് കാണും. അങ്ങോട്ടാണ്. എന്തായാലും നമുക്ക് അവിടെ നിന്ന് ചുറ്റി കറങ്ങിയിട്ട് പോകാം. ഏഴാറ്റുമുഖം വഴി ഞാൻ ആ പാർക്കിനകത്തേക്ക് കയറുന്നില്ല, കാരണം ഇതിനു മുമ്പ് തന്നെ ഏഴാറ്റുമുഖത്തിൻ്റെ തന്നെ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇവിടെ ചെന്ന് ഏഴാറ്റുമുഖത്തിൻ്റെ എൻട്രൻസിൽ പോയിട്ട് കാർ പാർക്ക് ചെയ്യുന്ന അവിടെ പോയിട്ട് നമുക്കൊന്ന് കറങ്ങി തിരിഞ്ഞു പോരാം. ഏഴാറ്റുമുഖം പോകാത്തവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഏഴാറ്റുമുഖത്ത് പ്രകൃതി ഗ്രാമം എന്ന് പറഞ്ഞ എൻട്രൻസിലെത്തി. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം വേണം നമുക്ക് അകത്ത് കയറാനായിട്ട്. ഞാൻ എന്തായാലും ഇതിനകത്ത് കയറുന്നില്ല. ഇടതുഭാഗത്തുള്ള ഗേറ്റിൽ കൂടി കടന്ന് ഞാൻ ഒന്ന് റൗണ്ട് ചെയ്ത് തിരിച്ച് പുറകോട്ട് തന്നെ പോരുകയാണ്. അത്യാവശ്യം വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമെല്ലാം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാൻറ്റീനും മറ്റുള്ള സൗകര്യങ്ങളും ഇതിനകത്ത് തന്നെയുണ്ട്. അങ്ങനെ പുറത്തേക്ക് തന്നെ പോരുകയാണ്. വീണ്ടും നമ്മൾ അതിരപ്പള്ളി റൂട്ടിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ചെന്ന് ചേരുന്ന ആ ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ മലയാറ്റൂർക്ക് പോകേണ്ടത്. പ്ലാന്റേഷൻ റോഡ് വഴി. അവിടെ വീണ്ടും ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. കാരണം ചാലക്കുടി ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അതിരപ്പള്ളി ഭാഗത്തു നിന്നോ ബ്രിഡ്ജ് കയറി വരുന്നവർക്ക് ആ ചെക്ക് പോസ്റ്റിലൊരു എൻട്രി കൊടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അവിടെ എൻട്രി നേരത്തെ നമ്മൾ വന്ന് പറഞ്ഞ പോലെ തന്നെ വാഹനങ്ങളുടെ നമ്പർ എഴുതി എത്ര പേരുണ്ടെന്ന് അവിടെ പറഞ്ഞ് കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. ചാലക്കുടി പുഴയുടെ കുറുകെയുള്ള ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കാണുന്നത് സിൽവർ സ്റ്റോമാണ്. സിൽവർ സ്റ്റോം വരെയാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. സിൽവർ സ്റ്റോമിൽ നിന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്, വലതു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിരപ്പള്ളി മലക്കപ്പാറ റോഡിലേക്ക് പോകാനും ഇടതു ഭാഗത്തേക്ക് പോയാൽ ചാലക്കുടിയിലേക്കും. ഇവിടെ ഇങ്ങനെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. പല സ്ഥലത്ത് വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ്, വാഹനം നിർത്താനോ അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ഫോട്ടോഗ്രാഫി എടുക്കാനോ ഒന്നും പാടില്ലെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇവിടെ ഒരു ചെറിയ ടെമ്പിൾ കണ്ടു. ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന ചെറിയ ചെറിയ വീടുകളുണ്ട് ആളുകളുടെ. അവരുടേതാണ് ആ ടെമ്പിള്.
നമ്മളങ്ങനെ പറഞ്ഞ ജംഗ്ഷൻ എത്തി. അവിടെ നേരെ കാണുന്നതാണ് ചെക്ക് പോസ്റ്റ്. മലയാറ്റൂർ സൈഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇടതോട്ട് തിരിയുകയാണ്. ഇടതോട്ട് തിരിഞ്ഞാൽ ചാലക്കുടിക്ക് പുഴയുടെ കുറുകെയുള്ള പാലമാണ് ഇവിടെ കാണുന്നത്. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇവിടെ നേരെ കാണുന്നതാണ് സിൽവർ സ്റ്റോൺ. വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി.